ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ നവരാത്രി സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നലത്തെ തീം യെല്ലോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ തീം നമ്മുടെ ഗ്രീൻ ആണ്. അപ്പോൾ ഗ്രീൻ എന്ന് പറയുമ്പോൾ പല ഗ്രീനും ഉണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ആണ്. എൻ്റെ അടുത്തുള്ള സാരി ബോട്ടിൽ ഗ്രീൻ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ട്രഡീഷണൽ പക്ക കേരള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു നവരാത്രി നമ്മൾ ചില പരസ്യത്തിലും സീരിയലിലും സിനിമയിലൊക്കെ കാണുന്ന നവരാത്രിക്ക് നമ്മുടെ നാട്ടിൽ അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിടിക്കാത്ത നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈൽ എടുക്കുന്ന സാരി ഉണ്ടല്ലോ, ആ ടൈപ്പ്. അതായത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വൈകിട്ടൊക്കെ നമ്മൾ നവരാത്രിക്ക് ആഘോഷത്തിന് ചുറ്റാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സാരി ലുക്ക്, അതായത് നോർമൽ സാരിയിൽ ഒരു ട്രഡീഷണൽ ലുക്ക്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു മജന്ത കോമ്പിനേഷനിലൊരു ക്ലാസ് ആരണിപ്പട്ട് സാരിയാണ്. അപ്പോൾ ഞാൻ സാരി എടുത്തിട്ട് കാണാം കേട്ടോ. ഞാൻ സാരി എടുത്തു. എനിക്ക് തോന്നുന്നില്ലേ അതിൽ ഫുള്ളായിട്ട് കാണുന്നുള്ളത്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ യെസ്, ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു മജന്ത കോമ്പിനേഷനുള്ള ഒരു അടിപൊളി സാരിയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു 800-900 ആ ഒരു 900-950 അതോ 890 എനിക്കല്ല, ആ റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ്. പക്ഷെ അടിപൊളി, നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരി, നല്ല അടിപൊളി കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ്. കുറച്ചും കൂടിയും ഫെയർ ടോൺ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് ഞാൻ കോഴിക്കോട് ജയലക്ഷ്മിന്ന് മേടിച്ച സാരിയാണ്. ഞാൻ മേടിച്ചതല്ല, എനിക്ക് വിശാൽ ഗിഫ്റ്റ് തന്ന സാരിയാണ്. സെലക്ട് ചെയ്തത് ഞാനാണ്, പക്ഷെ മേടിച്ചതെന്ന് വിശാലാണ്. പക്ഷെ അടിപൊളി സാരി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഉടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നിൽക്കും. ഞാൻ ഇന്നലെ പ്ലീറ്റ് എടുത്തിട്ടല്ലേ സാരി ഉടുത്തത് എന്ന് കരുതിയിട്ട് ആണ് ഞാൻ ഇന്ന് 1 പ്ലീറ്റ് എടുത്തത്, സിംഗിൾ പ്ലീറ്റ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സാരി ഉടുക്കാൻ. പിന്നെ വിശാഖിന് പൊതുവേ ഞാനിങ്ങനെ ഫുൾ പ്ലീറ്റ് എടുത്ത് സാരി എടുക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ ഇടുന്നതാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അത് ഇങ്ങനെ ശീലമായി എനിക്ക് ഇങ്ങനെ ഇടുന്നതും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഇത് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ ഇതിനകത്ത് സാരിയുടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നവരാത്രി സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്നത്തെ തീമും ഗ്രീനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നൊരു എന്താ പറയുക സാരി, ഇത് ആരണിപ്പട്ടാട്ടോ മെറ്റീരിയൽ സാരിയുടെ. അപ്പോൾ നമ്മൾ പൊതുവെ സിൽക്ക് അല്ലെങ്കിൽ സിൽക്ക് ബേസ് സാരീസൊക്കെ കൊടുക്കുമ്പോൾ ഒരു എന്താ പറയുക ട്രഡീഷണൽ ലുക്കാണ് എപ്പോഴും ഭംഗി. ഓക്കെ, ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു അത്ര ഹെവിയൊക്കെ ആയിട്ട് സാരി ഉടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു തമിഴ്നാട് സ്റ്റൈല് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ ഇയറിങ്സും ഒക്കെ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞ വെഡ്ഡിങ്ങിൻ്റെ ഓർണമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിരുന്നു. ഓക്കെ, ഇന്നൊരു സിമ്പിൾ ലുക്ക് പിടിക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. പക്ഷെ എന്നാൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി ഒരു പക്ക ട്രഡീഷണൽ ലുക്ക് പിടിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇതേ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. എനിക്ക് ഇട്ടിട്ട് നല്ലതാണെന്ന് തോന്നി കേട്ടോ. പക്ഷെ ഞാനെന്തോ ഈ പോൺസ് ലവർ ആയതുകൊണ്ട് എനിക്ക് വേറെ ഏത് മോയ്സ്ചറൈസർ ഇട്ടാലും അത്ര അങ്ങോട്ട് ഒരു ഹാപ്പി അല്ല. പക്ഷെ എന്നാലും ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 2 or 3 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഈ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആവാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് എന്താ പറയുക അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നന്നാവും. എൻ്റെ ചുണ്ടിൽ ഓൾറെഡി ലിപ്സ്റ്റിക്കിൻ്റെ ടിൻ്റ് ഉണ്ട്. ബിക്കോസ് ഞാനൊന്ന് പുറത്ത് പോയി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലിപ്സ്റ്റിക്ക് ചുണ്ടിലുള്ള പോലെ തോന്നുന്നത്. ഓക്കെ, ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സെറ്റഫലിൽ തന്നെ ഫേസ് വാഷ് ആട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മെയ് തൊട്ടിട്ട്, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഓക്കെ അത് തൊട്ടിട്ട് അതുവരെ മെയ് മാസം തൊട്ടിട്ട് ഞാൻ സെറ്റഫലിൻ്റെ ഫേസ് വാഷും മോയ്സ്ചറൈസറും ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്കിന്നിൽ ചേഞ്ച് ഉണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ മോയ്സ്ചറൈസർ പോൺസിനോടാണ് കുറച്ചും കൂടി താല്പര്യം. പക്ഷെ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതേ ലിപ് ബാം അപ്ലൈ ചെയ്തു. ലിപ് ബാം എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നത് തന്നെയാണ്. എൻ്റെ പ്ലമ്മിൻ്റെ ലിപ് ബാമാണ്.
പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ബാമാണ്. ആക്ച്വലി ഇത് യൂസ് ചെയ്ത് കഴിയാറായി കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ള ലിപ് ബാമാണ്. ആർക്കെങ്കിലും ലിപ് ബാം വാങ്ങാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു 200-300 റേഞ്ചിലൊക്കെ ഒരു ലിപ് ബാം മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ലിപ് ബാം അടിപൊളി ലിപ് ബാമാണ്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ മോയ്സ്ചറൈസർ അബ്സോർബ് ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യം സൺസ്ക്രീനാണ്. ഞാൻ ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞാൽ വീണ്ടും പുറത്ത് പോകുന്നുണ്ട്. വിശാഖിന് ഇന്ന് കൺസൾട്ട് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് മൊത്തം വാഷ് ചെയ്തിട്ട് ഒരു നോർമൽ ഒരു സൽവാർ എടുത്തിട്ടിട്ട് ജസ്റ്റ് മുടി പിന്നിട്ട് ഞാൻ പോകാനാണ് പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതേ മൈഗ്ലാമിൻ്റെ ടിന്നഡ് ആയിട്ടുള്ളൊരു പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ശരിക്കും പ്രൊഫഷണലി ചെയ്യുന്നവർ ഇതൊക്കെ ബ്രഷ് വെച്ചിട്ടായിരിക്കും ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ പിന്നെ എല്ലാം നമ്മുടെ ബ്രഷ് എല്ലാം നമ്മുടെ ഈ കൈകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. നോർമലി ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മേക്കപ്പിനെ പറ്റി ചെറിയൊരു ഐഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യും, പിന്നെ ടോണർ യൂസ് ചെയ്യും, പിന്നെ അതുപോലെ മോയ്സ്ചറൈസർ, പിന്നെ എന്തെങ്കിലും സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ അതുപോലെ അതിൻ്റെ മേലെ സൺസ്ക്രീന്, പിന്നെയാണ് പ്രൈമർ. അങ്ങനെ കുറേ സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈമർ ഇടുക. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും ഈ പ്രൈമർ ഇത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. സൺസ്ക്രീൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇത് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനുള്ളത് കൊണ്ട് ഞാൻ ഫുൾ ഫേസ് വാഷ് ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ആ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിവരമുള്ളവരൊക്കെ ആണെങ്കിൽ കാണുന്നവർക്ക് തോന്നും എന്ത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്, ഇത് കറക്റ്റ് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ. നമ്മൾക്ക് എങ്ങനെയാണോ കൺവീനിയൻ്റ് അതുപോലെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. കൺസീലർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചുള്ളൂ, ഞാൻ ഫോറെവറിൻ്റെ കൺസീലർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം എനിക്ക് നല്ല കവറേജ് തരുന്നുണ്ട് കണ്ടോ. ഇത് ഫോറെവറിൻ്റെ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 005 ആട്ടോ. എൻ്റെ കുറച്ച് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ 005 മാച്ച് ആയിരിക്കും. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള കൺസീലറാണ്. അപ്പോൾ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം വേണ്ട കവറേജ് മാത്രം. എൻ്റെ കഴുത്തിൽ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് കഴുത്തിലായിരിക്കും എൻ്റെ മുഖത്തിനൊക്കെ കുറച്ചും കൂടി കൂടുതൽ കവറേജ് കിട്ടേണ്ടത്. അപ്പോൾ ഓക്കെ, ഞാനിതിങ്ങനെ ജസ്റ്റ് ഒരുപാട് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടല്ല കേട്ടോ ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറ്. ജസ്റ്റ് ഇവിടെ ഈ സൈഡും ഈ നമ്മുടെ നെറ്റിയിലും അതുപോലെ തന്നെ കവിളിലും മുക്കിന് അവിടെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മുഖത്ത് തേച്ചതിന് ശേഷം ഞാൻ ബ്ലെൻഡ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എനിക്ക് ഇത്ര കവറേജ് മതി, ഒരുപാട് കവറേജിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുമ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മുടെ സ്കിന്നല്ലേ, ഒരുപാട് പ്രോഡക്റ്റ്സ് ഇട്ടിട്ട് ഒരുമാതിരി വൈറ്റ് വാഷ് അടിച്ച പോലെ ആക്കണ്ടല്ലോ. നമ്മുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഫുള്ളൊന്ന് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഫിനിഷിങ് ഈ ഫോറെവറിൻ്റെ കൺസീലർ കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഫൗണ്ടേഷൻ ഇടാം എന്നുള്ളൊരു പ്ലാനിലാണ്. അതിന് മുന്നേ ഞാൻ കണ്ണിൻ്റെ താഴെയും അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലെയും ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ്
കല്യാണത്തിൻ്റെ സമയത്ത് ആരോ യൂസ് ചെയ്തതാണ് എൻ്റെ ലാക്മേയുടെ സെറ്റിംഗ് പൗഡർ. യൂസ് ചെയ്തവരാരാണെങ്കിലും എടുത്ത് നല്ല പണിയായി. എനിക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോഴും ഇങ്ങനെ കുറേ പുറത്തേക്ക് വരുന്നൊരു പ്രശ്നം. നല്ലൊരു പാക്കിങ്ങിലായിരുന്നു അത് വന്നത്. പക്ഷെ അത് ആരെടുത്തോ എന്തോ തുറക്കാൻ അറിയാഞ്ഞിട്ടാന്ന് തോന്നുന്നു അതിൻ്റെ ആ മേലത്തൊരു കോട്ടിങ് പോയിട്ട് ഇപ്പം ദേ ഇങ്ങനെ പണി കിട്ടുന്ന അവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ ദേ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ടേ. ഇതൊക്കെ ഞാൻ കല്യാണത്തിന് മേടിച്ച ബ്രഷസ് ആണ്. ആക്ച്വലി ഇതിനൊക്കെ യൂസ് ചെയ്താണോ എന്ന് എനിക്കല്ല, ഞാനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ചില സാധനങ്ങൾ എടുക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഓക്കെ ഇതിന് യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാവുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഓരോ പ്രൊഡക്ട്സ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ചതാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ടേ. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഐ ഷാഡോ ഇന്ന് കുറച്ചൊരു ഗ്രാൻഡ് ലുക്കിലിടാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല. ഇന്നലെ കാണിച്ചത് ഈ ഐ ഷാഡോ വാലറ്റ് തന്നെയാണോ. അതിൻ്റെ അടുത്ത് 2 ഐ ഷാഡോ വാലറ്റും കൂടി ഉണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യം ഐ ഷാഡോ ഇടുമ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഐ ഷാഡോ ഒക്കെ ഇട്ട് പുറത്ത് അവർ നോക്കൂ, അല്ലെങ്കിൽ ഇവർ കണ്ട എന്ത് പറയും, അവർ കണ്ട എന്ത് പറയും എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കില്ല. ഇപ്പം എനിക്ക് ഐ ഷാഡോ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ഷാഡോ മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്ലുക്കിനെ അത് നന്നായിട്ട് എടുത്ത് കാണും. അതുകൊണ്ട് എനിക്കിപ്പോൾ ഐ ഷാഡോ ഇടാൻ നല്ല ഇഷ്ടമാണ്. പണ്ട് ഞാൻ നമ്മൾ നഴ്സറി എന്ന് പറയില്ലേ, അങ്ങനെ UKG പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ഗ്രൂപ്പ് ഡാൻസിന് ചേരുന്നത്. UKG പഠിക്കുമ്പോഴാട്ടോ. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എന്തിനാ ചേർന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ, 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്നവരൊക്കെ, അവരൊക്കെ ഡാൻസിന് നമ്മൾ ചേരുന്നത് കാണുമല്ലോ. ഡാൻസിന് ചേരുന്നത് കാണുമ്പോൾ, അതായത് എനിക്ക് തോന്നുന്നു അന്ന് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള സ്കൂളിലാണ് ഞാൻ, LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കലോത്സവത്തിനൊക്കെ പോണ ചേച്ചിമാരെ നല്ല ഭംഗിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് തിരുവാതിര കളിക്കും. ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മേക്കപ്പ് കാണുമ്പോൾ തന്നെ അതും ഗ്രൂപ്പ് ഡാൻസിൻ്റെ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. നല്ല നല്ല ഗ്രാൻഡ് മേക്കപ്പ് ആയിരിക്കും. നല്ല സ്റ്റോണിൻ്റെ പൊട്ടും അതുപോലെ തന്നെ കിരീടും ഫുൾ ഡ്രസ്സ് ഇങ്ങനെ ജിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ഇഷ്ടം കൊണ്ടാണ് UKG പഠിക്കുമ്പോഴല്ല, സോറി 1ലോ 2ലോ 3ലോ അതിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഡാൻസിന് ചേരുന്നത് കേട്ടോ. അത് മാത്രമല്ല കുറച്ച് നന്നായിട്ടൊക്കെ ഡാൻസ് കളിക്കും. അങ്ങനെ വേണം പറയണല്ലോ, മേക്കപ്പ് ഇടാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഗ്രൂപ്പ് ഡാൻസ് ചേരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ മേക്കപ്പും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മേക്കപ്പ് കണ്ടിട്ടാണ് ഫസ്റ്റ് ഞാൻ ഗ്രൂപ്പ് ഡാൻസ് ചേരുന്നത്. കാരണം നമ്മളടുത്ത് ഡാൻസ് കളിക്കാൻ അറിയാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് ഡാൻസ് ചേർന്നാൽ അടിപൊളിയായിട്ട് മേക്കപ്പ് ഇടാം, തിരുവാതിര കളിക്കാൻ വട്ടപ്പൊട്ടിടാം, നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഇടാം. അന്നും ഞാൻ പറയട്ടെ, അന്നും തിരുവാതിരക്കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സാരി ഉടുക്കാൻ എനിക്ക് അന്നും ഇഷ്ടമാണ്. ഞാനത് എനിക്ക് തോന്നുന്നു UP ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് സമയത്ത് കാര്യമായിട്ടോ ഈ പറയണത്, ഈ തിരുവാതിരക്കളി ഗ്രൂപ്പ് ഡാൻസൊക്കെ. പക്ഷേ ചെറുപ്പം മുതലേ ഞാൻ ഇതിനൊക്കെ ചേർന്ന് തുടങ്ങുന്നത് മേക്കപ്പ് ഇഷ്ടമുള്ളതുകൊണ്ടും ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും. പക്ഷേ ഒരു 5 6 എത്തിയപ്പോൾ തിരുവാതിരക്കളി മസ്റ്റായിരുന്നു. 5 6 7 8 9 10 +1 +2 വരെ ഞാൻ തിരുവാതിരക്കളിയും അതുപോലെ ഗ്രൂപ്പ് ഡാൻസും മാർഗം കളിയും ഇതൊക്കെ കളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സ്റ്റേറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഥാപ്രസംഗം മോണാക്ട് ഇതൊക്കെ നമ്മുടെ തട്ടകമായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഒരു ഡിഗ്രി എന്ന് പറയണത് 8 9 10 മാത്രമാണ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുള്ളൂ. മറ്റേ CBSE ആയിരുന്ന കാരണം അതിൻ്റേതായ ഫെസ്റ്റിവൽസ് ആയിരുന്നു കൂടുതൽ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാ പരിപാടിക്കും എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഞാൻ അതിൻ്റെ മുന്നിലുണ്ടാവും. അങ്ങനത്തെ ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പിനോടുള്ള ഇഷ്ടവും സാരിയോടുള്ള ഇഷ്ടമൊക്കെ ഡാൻസിൽ നിന്നാണ് കേട്ടോ വന്നത്. അത് പറയാനാണ് ഞാൻ ഇത്രയും കഥ പറഞ്ഞത്.
അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുമ്പോൾ ഡാൻസിനോടൊക്കെ കൂടി ഡ്രസ്സിനോടൊക്കെ, പക്ഷെ ഡാൻസ് പാഷൻ ആയതൊന്നുമില്ല. ഈ ഡ്രസ്സ്, കോസ്റ്റ്യൂം, മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ആയിരുന്നു എനിക്ക് അന്നും ഇഷ്ടം, ഇന്നും ഇഷ്ടം. ഡാൻസ് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, ഞാൻ ഭയങ്കര സ്കെൽട്ടൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ഈ ഹോർമോണൽ പ്രശ്നം കാരണം തടി വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് കളിക്കുമ്പോൾ, ഞാനൊരു തവണ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലാഷ് മോബൊക്കെ കളിച്ചു. പക്ഷെ കോളേജിൽ ഞാൻ തടി വെച്ചിട്ടുണ്ടെങ്കിലും കോളേജിലൊക്കെ ഞാൻ കളിക്കുമായിരുന്നു കേട്ടോ. അതിന് തടിയൊന്നും ഒരു വിഷയമായിരുന്നില്ല. പക്ഷെ കോളേജ് കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് ഫ്ലാഷ് മോബ് കളിക്കുമ്പോൾ ആളുകളുടെ കളിയാക്കൽ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഒരു സമയത്ത് ഈവൻ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും, ഞാൻ പേരൊന്നും പറയില്ല, അവരും ഞാൻ കണ്ടാൽ മോശമല്ലേ, അങ്ങനെ നിൽക്കുന്ന ആളുകൾ കൂടി ഈ ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്താ പറയുക ബാത്റൂമൊക്കെ അടച്ചിട്ട് കരഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. തടി ഉള്ള കാരണം ഈ സ്വാഭാവികമായിട്ടും തടിയുള്ള ആളുകൾക്ക് കിതപ്പ് കൂടും. എനിക്കുണ്ട്. എനിക്കിപ്പോൾ തടി ഉള്ളത് കൊണ്ടല്ല, ആസ്മയുള്ള കാരണം ഭയങ്കരമായിട്ടുള്ള കിതപ്പാണ്. നമ്മൾ കോണി കയറുമ്പോൾ തന്നെ കിതപ്പ് എന്ന് പറയാൻ പറ്റില്ല, തന്നെ ബ്രീത്ത് കിട്ടാത്തൊരു സാഹചര്യം. നമ്മൾ ഈ ശ്വാസം കിട്ടാതെ കിടന്ന് പടയാമായിരുന്നു മരണതുല്യ. അത് ഞാൻ ഒരു 2-3 മാസം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ബോഡി ഷേമിങ് സഹിക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഈ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഡ്രസ്സും മേക്കപ്പും മാത്രമായിട്ട് കൂടിയത്. അതിൽ എന്താ പറയുക, ഡ്രസ്സ് ഞാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറയുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. മേക്കപ്പ് പിന്നെ എനിക്ക് സ്വയം ചെയ്യാൻ ആരുടെയും സമ്മതം വേണ്ടല്ലോ, അതിന് ഞാൻ എന്താ ഇങ്ങനെ ചെയ്യും. ഇപ്പോഴും വീഡിയോ ഇടുന്നതിന് എത്ര പേര് കളിയാക്കുന്നവരുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങനെ പറഞ്ഞ ബാത്റൂം പോയിരുന്ന കല്യാണ പരിപാടി ഒന്നും കേട്ടോ, അതൊക്കെ പണ്ട്. ഇപ്പോൾ പിന്നെ ആൾ സെറ്റായ കാരണം ഞാൻ അങ്ങനത്തെ പരിപാടീസൊന്നുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ് പരിപാടികൾ ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണിൻ്റെ പരിപാടി ഏകദേശം നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലിറ്ററിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മാച്ച് ആവുന്നുണ്ടോ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പോകും, എന്നിട്ട് നമുക്ക് കണ്ണെഴുതാം കേട്ടോ. ഫൗണ്ടേഷൻ ആദ്യം കണ്ണെഴുതുന്നവരുണ്ട്, പക്ഷെ എന്തോ എനിക്കത് അത്ര വലിയ കംഫർട്ടായിട്ട് ഇതൊരു ധൈര്യം കുറവാണ്. കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കണേന് ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ടിട്ട് എന്താ പറയുക, അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുള്ളൂ. ഫൗണ്ടേഷൻ ഇട്ട് ഇങ്ങനെ വെള്ള പൂശാനുള്ളൊരു പ്ലാനില്ല. ഇതും ഈ പറഞ്ഞ പോലെ ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ്. ഞാൻ ഇത്രയും കാലം ഫൗണ്ടേഷൻ മേടിച്ചത് ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട്, എൻ്റെ സ്കിന്നിന് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഷുഗറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ. ഇത് എന്താ ക്രീം ടു പൗഡർ ഫൗണ്ടേഷൻ, അതെ, ഷുഗർ മെറ്റൽ ക്രീം ടു പൗഡർ ഫൗണ്ടേഷൻ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം ഇത് ഞാൻ നിലത്ത് വെച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക, നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് വരില്ലേ, അതാണ്. ഓക്കെ, ഞാനൊരു സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിതേ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആണോ, എൻ്റെ സ്കിന്നിന് നല്ല മാച്ചുള്ള ഫൗണ്ടേഷനാണ്. അതായത് എൻ്റെ സ്കിൻ ടോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറ്റ് അടിച്ച് കാണാം, അങ്ങനെയില്ല എന്നാൽ ഒരു സട്ടിൽ ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കൺസീലർ ഇടേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. പിന്നെ ഞാൻ കൺസീലറും കൂടി ഇടാം എന്നുള്ളത് കൊണ്ടാണ് കൺസീലർ ഇട്ടത്. ഈ ഷുഗറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷന്, അതേപോലെ തന്നെ ഈ ഫോറെവറിൻ്റെ ഞാൻ യൂസ് ചെയ്ത കൺസീലറിനാണെങ്കിൽ ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആവുന്ന 2 പ്രോഡക്റ്റ്സാണ്. അപ്പോൾ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ സെറ്റിംഗ് പൗഡർ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. സെറ്റിംഗ് പൗഡർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം ഒരു ഡ്യൂ ഫിനിഷ് ഇഷ്ടമാണെങ്കിൽ സെറ്റിംഗ് പൗഡർ ഇടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ട്രാൻസ്ഫർ പ്രൂഫ് ആവുന്നൊരു, അല്ലെങ്കിൽ ഇതിങ്ങനെ ട്രാൻസ്ഫർ ആവുന്നൊരു ഫൗണ്ടേഷനൊന്നുമല്ല, അടിപൊളി ഫൗണ്ടേഷനാണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ സെറ്റിംഗ് പൗഡർ ഇടാം. ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കേട്ടോ. അല്ലേ, ഇതാണ് എൻ്റെ സെറ്റിംഗ് പൗഡറിൻ്റെ അവസ്ഥ. ആരോ കല്യാണത്തിന് യൂസ് ചെയ്തതാണ്, പക്ഷെ കയ്യിൽ നിന്ന് പാളിയിട്ടുണ്ട് ആരുടെ ആയാലും. പക്ഷെ പരമാവധി സേവ് ചെയ്യാൻ പറ്റുന്ന പോലെ ആ ആള് സേവ് ചെയ്തിട്ടുണ്ട് കണ്ടോ, അങ്ങനെ വീഴുന്നുണ്ട്. എൻ്റെ എന്തായാലും ഫസ്റ്റ് ഐബ്രോ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐബ്രോ എപ്പോഴും ത്രെഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എളുപ്പപ്പണിക്കും വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് ഐബ്രോ
പ്ലക്കിയില്ലേ, ത്രെഡ് ചെയ്യില്ലേ, അപ്പോൾ ത്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനാണ്. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ മടിയും അതുപോലെ തന്നെ അപ്പത്തെ പേടി ആലോചിച്ചിട്ട് ഞാൻ ത്രെഡ് ചെയ്യാറേ ഇല്ല. ഞാൻ നമ്മുടെ മറ്റേ റേസറില്ലേ, ഫേഷ്യൽ റൈസർ വെച്ചിട്ടാണ് മിക്കവാറും ഞാൻ ത്രെഡ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈവൻ ഓർക്കാതെ കല്യാണത്തിൻ്റെ സമയത്തും കുറച്ച് ദിവസം മുന്നേ ഹോസ്പിറ്റലാകുന്നേക്ക് 4 ദിവസം മുന്നേ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് പൊട്ട് തൊടാൻ പറ്റില്ല എനിക്ക് കൂട്ടുപുരകളുടെ കാരണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ സെൻറ്ററിൽ മാത്രം ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയാതെ ഇവിടെയും കൂടിയും ചെയ്തു പോയി. അതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് ത്രെഡ് ചെയ്യാൻ പറ്റിയില്ല. ത്രെഡ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് ഗ്രോത്ത് ചെയ്ത ഹെയർ വേണ്ട, പിന്നെ അതുപോലെ തന്നെ പ്ലക്ക് ചെയ്യാൻ പാകത്തിനുള്ള ത്രെഡ് വേണ്ട. അതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു അന്ന് ഐബ്രോ ഷേപ്പ് ചെയ്ത്. പിന്നെ ഈ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ത്രെഡിങ് അല്ല, ഷേപ്പിംഗ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ട് വലിയൊരു റിസ്ക് വന്നില്ല. പിന്നെ ചേച്ചി ലാസ്റ്റ് പറഞ്ഞു ഞാൻ ത്രെഡ് ചെയ്ത് തരാം, കുറച്ചും കൂടി തിന്നാവും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ തിന്നായിട്ട് എനിക്ക് എൻ്റെ ഐബ്രോസ് ഇഷ്ടമല്ല. ഈ ഒരു എന്തെങ്കിലും തിക്ക് വേണം എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ണെഴുതാം, ഇതും ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്ത എൻ്റെ കാജലാണ്. ഇത് ഫോറെവറിൻ്റെ കാജലാണ് കേട്ടോ. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയായിട്ടുള്ള കാജലാണ്. എനിക്ക് എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ബ്ലാക്ക്. കണ്ടോ, അടിപൊളിയല്ലേ? നല്ല അടിപൊളി കാജലാട്ടോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, ഒരു 600 700 റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ഓപ്പൺ ചെയ്തിട്ട് 24 മന്ത് ഉപയോഗിക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാലം കൂടി ഇതിങ്ങനെ യൂസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ 100 രൂപ കൊടുത്ത് മേടിച്ചല്ലേ. എൻ്റെ ഫേസ് സ്കാനർ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കാജലിന് അതിൻ്റെ മേലത്തെ MRP 495 595 അങ്ങനെ എന്താണ്. പക്ഷേ ഞാൻ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നോ മിക്കവാറും ഓഫറിനാണ് മേടിക്കാറ്. മിക്കവാറും 300 325 375 ഇതിൽ കൂടുതൽ പ്രൈസ് പോകുന്ന സമയത്ത് ഞാൻ മേടിക്കാറില്ല. എൻ്റെ അടുത്താണെങ്കിൽ ഫേസ് സ്കാനർ ചീട്ടാപ്പി കുറേ പേഴ്സിലുണ്ട്, കുറേ തവണ ഉപയോഗിച്ചിട്ടേ. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത സമയത്തും പ്രൈസ് ഹൈ ആയിരിക്കുന്ന സമയത്തും ഞാൻ ചീട്ടാപ്പി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. എൻ്റെ പല വീഡിയോസിലും ഉണ്ടാവും ഞാൻ ചെറിയ പെൻസിൽ വെച്ച് കണ്ണെഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ണെഴുതിയിട്ട് കാണിച്ചു തരാം. ഇന്ന് ഞാൻ സ്മഡ്ജൊന്നും ചെയ്യുന്നില്ല, ചെയ്യാനുള്ള പ്ലാനില്ല. നോർമലി കണ്ണെഴുതാനുള്ള പ്ലാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ണെഴുതിയിട്ട് കാണിച്ചു തരാം. കണ്ണെഴുതി അതിൻ്റെ മേലെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്ലിറ്ററിങ് കൊടുക്കണം വേണമെങ്കിലെന്ന്. അപ്പോൾ എനിക്ക് ഒരു ഗ്ലിറ്ററിങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ലുക്ക് വരുള്ളൂ എന്ന് തോന്നി. കാരണം ചെറിയൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതും ഷുഗറിൻ്റെ ആ പാലറ്റിൽ തന്നെ ഒരു ചെറിയൊരു ഗോൾഡിൻ്റെ ഒരു ഗ്ലിറ്ററിങ്, അത് ജസ്റ്റ് കൈയിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. എനിക്കങ്ങനെ കോണ്ടോറിങ് ഒന്നും ചെയ്യുന്നതോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് നമുക്ക് ഇങ്ങനെ വട്ടച്ചബ്ദി മുഖമായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, അപ്പം ഇനി ലിപ്പ് ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ പിന്നെ ഇനി മുടി, അത്രയും ഇനി ചെയ്യാനുള്ളൂ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ അതേ സാധനം തന്നെയാണ് ഞാൻ ഇന്ന് ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു മെറൂൺ, കറക്റ്റ് മെറൂൺ, കാണുമ്പോൾ ഒരു ബ്രൗൺ ആണെങ്കിലും കറക്റ്റ് മെറൂൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ലിപ്പ് ലൈൻ ചെയ്തെടുക്കുമ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചിരിച്ച് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ നവരാത്രി വിശേഷങ്ങൾ എന്താണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. എനിക്കാണ് നവരാത്രി വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക അങ്ങനത്തെ പരിപാടീസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ആ പരിപാടിയൊക്കെ ഉപേക്ഷിച്ചതാണ്. എനിക്കതിനോട് അങ്ങനെ വലിയൊരു താല്പര്യമില്ല. പക്ഷേ എന്താ പറയുക, അങ്ങനെ ഇത് ചെയ്യാത്തതിൻ്റെ പേരിൽ എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണല്ലോ. പിന്നെ ഞാനാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ തിരൂരാണ്, നമ്മൾ സിറ്റി വരുന്ന തിരൂരാണ്. എൻ്റെ സ്ഥലം കുറച്ചും കൂടി തിരുന്ന് കുറച്ചും കൂടി കുറച്ച് ഉള്ളിലോട്ട് വരണം. അപ്പോൾ ഈ വിദ്യാരംഭം നവരാത്രിക്ക് വളരെ എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ് അല്ലേ, മലപ്പുറം ജില്ലയിലെ നമ്മുടെ തിരൂരുള്ള തുഞ്ചൻപറമ്പ്. അപ്പോൾ തുഞ്ചൻപറമ്പിൽ ആഘോഷങ്ങളും ഒക്കെ ഈ 9 ദിവസങ്ങൾ ഗംഭീര ആഘോഷമുണ്ടോ, ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര ഉത്സവം പോലത്തെ പരിപാടികളാണ്. മിക്കവാറും എല്ലാ കൊല്ലം പോയിട്ട് കാണാറൊക്കെ ഉള്ളൂ. എല്ലാ ദിവസവും പോയിട്ടില്ലെങ്കിലും പറ്റാവുന്ന പരമാവധി ദിവസങ്ങളിലൊക്കെ പോയിട്ട് കാണാറൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തവണ പറ്റിയിട്ടില്ല.
ഒന്നാമത്തെ കാര്യം വിശാഖന് തീരെ വയ്യ. പിന്നെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് പോകാൻ എൻ്റെ ഹെൽത്ത് കൊണ്ട് എനിക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻ്റ് ആയിട്ടില്ല. കോൺഫിഡൻറ്റ് വേണമെങ്കിൽ പോവുക ചെയ്യാം മാസ്ക് ഒക്കെ വെച്ച്, പക്ഷെ എന്നാലും നല്ലൊരു ചെറിയൊരു പേടി ഉണ്ടല്ലോ. പോയി കഴിഞ്ഞാൽ പ്രശ്നമാവോ, ഇൻഫെക്ഷൻ ആവുമോ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇതുവരെ പോയിട്ടില്ല. ഞാനാണെങ്കിൽ ഇതിലെ തുഞ്ചൻപറമ്പിൽ എന്താ പറയുക, ഈ ചെറിയ പരിപാടി കാണാൻ പോകും എന്നല്ലാതെ ഈ വിദ്യാരംഭത്തിൻ്റെ അന്ന് ഇത്രയും അടുത്തായിട്ട് പോലും ഞാൻ അതുവരെ പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് നമ്മുടെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത തവണ പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വർഷം വിദ്യാരംഭത്തിന് എന്തായാലും ഞാൻ അവിടെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇടും. പിന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഉള്ള ഒരു വിദ്യാരംഭം എന്ന് പറയുന്ന സാധനം നമുക്ക് ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ പൂജയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അമ്മമ്മയുള്ള സമയത്ത് ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നിട്ട് പഠിച്ചതൊക്കെ 10ാം ക്ലാസ് വരെ, ചെറുപ്പം മുതലേ അവിടെയായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരാഴ്ചത്തൊക്കെ നൂലുമ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക. അത് നല്ല രസമാണ് കേട്ടോ. കാരണം കസിൻസും പിള്ളേരും മാമൻ്റെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ആ പൂജാവെപ്പ് നല്ല രസമായിരുന്നു. ഇവിടെ വന്നപ്പോൾ പിന്നെ അച്ഛൻ അങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമില്ല, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ എൻ്റെ വീട്ടിൽ. അപ്പം അതുകൊണ്ട് പൂജവെപ്പില്ലാത്ത അതുകൊണ്ടാണ്. പക്ഷെ അവിടുത്തെ പരിപാടി ഭയങ്കര രസമായിരുന്നു. കാരണം അമ്പലത്തിൽ പൂജയ്ക്ക് നമ്മൾ പുസ്തകം വയ്ക്കാൻ പോകുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിൽ ഇത്ര സമയം വരെ പൂജാവെപ്പൊക്കെ ഉണ്ടാവുള്ളൂ, അതായത് പുസ്തകം മേടിച്ച് വെക്കുള്ളൂ. അതിന് മുന്നേ പോകണം. അപ്പോൾ എന്നിട്ട് വന്നിട്ട് പുസ്തകമൊക്കെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ മാത്സ് ഭയങ്കര വീക്കായിരുന്നു പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. പക്ഷെ എന്തോ എനിക്ക് മാത്സ് ഞാനും അത്ര വലിയൊരു കണക്ഷനല്ല, നല്ല കണക്ഷനല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്സിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ പുസ്തകം, ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സോഷ്യൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഈ മാത്സ് പറഞ്ഞ പോലത്തെ ഒരു വിഷയമായിരുന്നു. പക്ഷേ പഠിച്ച് വലുതായി ഡിഗ്രി PG അതുപോലെ റിസർച്ചിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവസാനം വന്നത് ഹിസ്റ്ററി പോയി. നമ്മൾ പറയില്ലേ, നമ്മൾ വിചാരിച്ചതൊന്നും നടക്കുന്നൊന്നും. അപ്പം അതുപോലെ എനിക്കിഷ്ടമുള്ളൊരു വിഷയമായിരുന്നു മാത്സും സോഷ്യലും. ഇംഗ്ലീഷ് ഇഷ്ടമാണ്, മലയാളം പിന്നെ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ ഹിന്ദി, ഈ പുസ്തകങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ. സയൻസ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മാർക്കുമാണ് സയൻസും ഇംഗ്ലീഷും. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ വലിയ അതുപോലെ സോഷ്യൽ സയൻസ് മാർക്ക് ഇഷ്ടമല്ലെങ്കിലും നല്ല മാർക്കുണ്ടാവും. അപ്പം എനിക്ക് മാർക്കില്ലാത്ത പുസ്തകങ്ങളാണ് ഈ മാത്സ്, അതുപോലെ തന്നെ ഹിന്ദി. മാർക്കില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതിലൊക്കെ ഫുള്ള് കിട്ടുമെങ്കിൽ ഇതിൽ കുറച്ച് കുറയും. ഒരു 10, 50, 40, 45 എന്താ പറയുക, അല്ലെങ്കിൽ ഒരു 39, 40, 40 ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും ഈ ഒരു 2 പേപ്പറിലും മാർക്ക്. അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ ഏറ്റവും ആദ്യം പൂജയ്ക്ക് വയ്ക്കുക. അതൊരു അന്നൊക്കെ അതൊരു എന്താ പറയുക, ഒരു രസമായിരുന്നു. കാരണം മാർക്കില്ലാത്ത വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ എക്സാമിന് എഴുതുമ്പോൾ നല്ല മാർക്കാണ്. കാരണം ഇത് കഴിഞ്ഞാലുള്ള ക്രിസ്മസ് പരീക്ഷ വരും. അപ്പം അതുകൊണ്ട് അത് ഞാൻ ആദ്യം വെക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ എന്താ പറയുക, പൂജാവെപ്പൊന്നും ഇല്ലാത്ത കാരണം അതിനെ പറ്റൊരു കോൺഷ്യസേ ഇല്ല. കിട്ടിയത് കിട്ടി, പരീക്ഷയ്ക്ക് പാസ്സായില്ലെങ്കിൽ പാസ്സായില്ല, അത്രേ ഉള്ളൂ. പക്ഷേ +2 കഴിഞ്ഞപ്പോൾ ഈ പരിപാടിയെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പും കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇവിടെയും നമുക്ക് കുറച്ച് എന്താ പറയുക, ഈ സാധനത്തിന് എന്ത് പറയാം, ഇനി വേണമെങ്കിൽ നമുക്കിതേ ഈ ബ്ലഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ ചിരിച്ചിട്ട് ബ്ലഷ് ഇട്ടെടുത്താൽ നല്ല രസമാവും കേട്ടോ കാണാൻ. കുറച്ച് കണ്ണിൻ്റെ മേലേക്ക് എൻ്റെ വെച്ചാൽ എൻ്റെ ചീക്കും കണ്ണിൻ്റെ തടം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉണ്ട കവളായ കാരണം അതുകൊണ്ട് അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ വൃത്തികേടാവും ചെയ്യും. നമ്മുടെ പരിപാടി ഏകദേശം ഓൾമോസ്റ്റ് ഡൺ എന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മുടി കെട്ടാനുള്ള പ്രോസസ്സാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മുടി കെട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിന് മുന്നേ നമുക്ക് ആക്സസറീസ് ഇടാം. ഞാൻ പറഞ്ഞു പക്ക ട്രഡീഷണലാണ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടമുള്ള പോലെ കേട്ടോ ഞാൻ ചെയ്യുന്നത്, അല്ലാതെ പക്ഷേ എന്നാലും നമ്മൾ മാച്ച് നോക്കണം. ഈ എന്താ പറയുക, എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് അവിയൽ ഒരു വാക്കൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
ഇതാട്ടോ ഞാൻ ഇടുന്ന വള. ഇതെൻ്റെ വെഡിങ്ങിൻ്റെ വളയാണ്. എൻ്റെ സാരിയിൽ ഞാൻ പറഞ്ഞല്ലോ ആനയാണ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ വളയിലും കണ്ടോ ആന എൻക്രേവ് ചെയ്തിട്ടുള്ള വളകളാണ്. രണ്ടറ്റത്തും ഞാൻ അതിനോട് മാച്ചുള്ള 2 ഇത് ഇടുന്നുണ്ട്. ഓക്കെ, ഞാൻ വളയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വളയിട്ടു. പിന്നെ ഞാൻ ജുംക്ക ചിലപ്പോൾ ഞാൻ മാറ്റും. എനിക്ക് ഇതന്നെ ഇടുമെന്ന് ഉറപ്പില്ല. ബിക്കോസ് എല്ലാം കൂടി ലാസ്റ്റ് വരുമ്പോൾ ഇത് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നല്ല 2 തട്ടായിട്ടുള്ള ആൻറ്റീക്കിൻ്റെ ജുംക്കയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ജുംക്ക കേട്ടോ. ഇതും ഞാൻ കല്യാണത്തിന് ഇഷ്ടപ്പെട്ട് എടുത്ത ജുംക്കയാണ്. അപ്പോൾ ഇത് ഇടാം എന്നുള്ള പ്ലാനാണ്. എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിലേക്ക് മാച്ച് ഉണ്ടെങ്കിൽ ഈ കമ്മലിടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ജുംക്ക ഇടാം. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ഒരാൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്നെ കണ്ടിട്ട് എൻ്റെ ഇൻസ്റ്റയുടെ ID തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇൻസ്റ്റയുടെ ID ഞാൻ കൊടുത്തു. അങ്ങനെ ഒരാൾ വന്നിട്ട് എന്താ താലി ഇടാത്തതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആക്ച്വലി എൻ്റെ കല്യാണത്തിന് ഞങ്ങൾ താലി കെട്ടിയിട്ടില്ല. ഞങ്ങൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഈ താലി കെട്ടിക്കൊണ്ടുവരും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് വീട്ടിൽ വരുമ്പോൾ അമ്മയാണ് താലി തന്നത് കേട്ടോ. അമ്മയാണ് താലി തന്നത്. അപ്പോൾ അതായത് ഞങ്ങളുടെ ആഗ്രഹം താലി കെട്ടണ്ടെന്നായിരുന്നു, വീട്ടുകാരുടെ ആഗ്രഹം താലി കെട്ടണമെന്നായിരുന്നു. അപ്പോൾ 2 കൂട്ടരുടെയും ആഗ്രഹം, അതായത് എൻ്റെ വീട്ടിലും നല്ല എതിർപ്പല്ല, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എല്ലാവർക്കും താലി കെട്ടാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ച് നമ്മൾ താലി എടുക്കുകയും ചെയ്തു. നമ്മുടെ ആഗ്രഹം പോലെ താലി കെട്ടുകയും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സാരിയിലോട്ട് താലി ഇടാം എന്നുള്ളൊരു ഈ താലിമാല ഇടാം എന്നുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ കല്യാണത്തിന് എടുത്തൊരു സാധനം കേട്ടോ. ഇതൊരു ഡയമണ്ട് നെക്ലേസ് ആണ്. അപ്പോൾ ഇതിലേക്ക് പെയർ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഭംഗിയുണ്ടോ ഭംഗിയില്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാം ഇട്ട് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നവരാത്രി സീരീസിലെ 2nd കളർ തീമാണ് ഗ്രീൻ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് വീഡിയോയിലൊരു പീക്കോക്ക് ഷെയ്ഡ് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു മച്ചന്ത കോമ്പിനേഷനിൽ ആരണിപ്പട്ട് സാരിയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ചെറിയൊരു ക്ലിപ്പിംഗ് ആഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ എടുക്കുന്ന കാരണം ഇത്ര ഗ്യാപ്പിൽ എടുക്കാനേ പറ്റുന്നുള്ളൂ ഇവിടുത്തെ അവൈലബിലിറ്റി വെച്ചിട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലേശം എന്ന് പറഞ്ഞാൽ വളരെ ലേശം നമുക്കൊരു സിന്ദൂരം തൊട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നത്. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞൊരുങ്ങി നടക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ നമ്മളൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുക, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് അണിഞ്ഞൊരുങ്ങണതിനും എന്നാൽ വളരെ സിമ്പിൾ ലുക്കൊക്കെ വേണം എന്നുള്ളവർക്ക്, എന്നാൽ ഹോർമോൺസ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ അണിഞ്ഞൊരുക്കുന്നത് നന്നായിരിക്കും, നല്ല ഭംഗിയുണ്ടാവും. കാരണം നമ്മുടെ സാരിയുടെ ഭംഗി എടുത്ത് കാണും. ഒരുപാട് ആഭരണങ്ങൾ എടുത്ത് ഒഴിവാക്കാം. എനിക്ക് തോന്നുന്നു ഇത്ര ഈ 3 വള ഇടേണ്ട ആവശ്യമില്ല, ഒരു വള ഇട്ടാൽ മതി. ഞാൻ പിന്നെ ഇടുമ്പോൾ നമ്മൾ എന്തായാലും മേടിച്ചതല്ലേ, പൈസ കൊടുത്ത് മേടിച്ച സാധനമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇടാമെന്ന് ഓർത്തു. ഞാൻ കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ആ വളയൊക്കെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. ബാക്കിലൊക്കെ ഞാൻ മുടി ഹെയർ സ്റ്റൈലിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. മുടി ഞാൻ ഇങ്ങനെ ജസ്റ്റ് പിന്നെടുത്ത് കെട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഹെയർ സ്റ്റൈലിനെ പറ്റി പറയാത്തത്. നമുക്ക് എന്തായാലും ഇനിയും ഉണ്ടല്ലോ 7 ദിവസം കൂടി ഉണ്ടല്ലേ. അപ്പോൾ 7 ദിവസം നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ പിടിക്കാം. പക്ഷെ എനിക്കെപ്പോഴും കംഫർട്ടബിൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ എന്നും ഒരേപോലെ ആകുമ്പോൾ നിങ്ങൾക്കും മടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വരുന്ന വീഡിയോസിൽ ഞാൻ വേറെ പുതിയ ഹെയർ സ്റ്റൈൽ നോക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മുടി ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ പണ്ടത്തെ അല്ലെങ്കിൽ അമ്മമാരൊക്കെ കെട്ടില്ലേ, അതുപോലെ ജസ്റ്റ് എടുത്ത് കെട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താണ് കളർ ചെയ്തെന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് വേണ്ട ഇതൊക്കെയാണെന്ന് നിങ്ങൾ അതും താഴെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളത്തെ വീഡിയോ അടുത്ത കളറായിട്ട് വരാം. അതിലേക്കും ടാറ്റാ.